ഇറാൻ യുദ്ധത്തിലെ തിരിച്ചടിക്ക് പിന്നാലെ വൻ വെളിപ്പെടുത്തലുമായി മുൻ ഫോക്സ് ന്യൂസ് അവതാരകനും പ്രമുഖ കൺസർവേറ്റീവ് രാഷ്ട്രീയ നിരീക്ഷകനും പോഡ്കാസ്റ്ററുമായ ടക്കർ കാൾസൺ സ്കൈ ന്യൂസ് മാധ്യമ പ്രവർത്തകയുമായി നടത്തിയ അഭിമുഖത്തിലാണ് US വിദേശ നയങ്ങളെയും ഇസ്രായേലിന്റെ അമേരിക്കൻ സ്വാധീനത്തെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് കാൾസൺ രംഗത്തെത്തിയത്. 9/11 ഭീകരാക്രമണത്തിന് ശേഷം താൻ പുലർത്തിയിരുന്ന തീവ്ര ഇസ്ലാം വിരുദ്ധ നിലപാടുകൾ ഇസ്രായേൽ വ്യാജ പ്രചരണങ്ങൾ കാരണമുണ്ടായ ഭ്രാന്തും കള്ളവുമായിരുന്നുവെന്ന് അദ്ദേഹം പരസ്യമായും സമ്മതിച്ചു. ഇറാൻ യുദ്ധത്തോടെ അമേരിക്ക ആഗോളതലത്തിൽ തകർന്നു. ഖാംനെയെ കൊന്നാൽ ഇറാൻ ഭരണകൂടം തകരുമെന്ന് നെതന്യാഹു ട്രംപിന് പറഞ്ഞു പറ്റിച്ചു. US ഇന്റലിജൻസ് മുന്നറിയിപ്പെല്ലാം കാറ്റിൽ പറത്തിയാണ് ട്രംപ് യുദ്ധത്തിന് പോയതെന്നും ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചറിവ് വന്നെന്നും കാൾസൺ അഭിമുഖത്തിൽ ചൂണ്ടിക്കാട്ടി. സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷമുള്ള അമേരിക്കൻ മാധ്യമങ്ങളുടെയും തന്റെയും നിലപാടുകളെ കാൾസൺ കടുത്ത ഭാഷയിൽ തള്ളിപ്പറഞ്ഞു. അറബ് ക്രിസ്ത്യാനികളോ മുസ്ലിമുകളോ ആരുമാകട്ടെ, അറബികളെല്ലാം യഹൂദരെ വംശഹത്യ ചെയ്യാൻ ജനിച്ചവരാണെന്ന് ചില ഇസ്രായേലികൾ വിശ്വസിക്കുന്നത് മാനസിക വൈകല്യത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കടുത്ത സമ്മർദ്ദ ഘട്ടങ്ങളിൽ മനുഷ്യർ ഇത്തരം തെറ്റായ കാര്യങ്ങൾ വിശ്വസിക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം നിരീക്ഷിച്ചു. ഇത്തരം ഭ്രാന്തമായ ചിന്തകളിൽ ജീവിക്കുന്ന കുട്ടികളെ തിരുത്തുന്ന വിവേകമുള്ള മുതിർന്ന വ്യക്തിയെ പോലെ ഇസ്രായേലിനെ തിരുത്താൻ അമേരിക്കയ്ക്ക് ബാധ്യതയുണ്ടായിരുന്നുവെന്ന് കാൾസൺ വാദിച്ചു. എന്നാൽ അമേരിക്ക അക്കാര്യത്തിൽ ദയനീയമായി പരാജയപ്പെട്ടുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നല്ല ഭാവിക്കായി ഇസ്രായേലുമായി ഒരു യജമാനൻ അടിമ ബന്ധം ഒഴിവാക്കി തുല്യ പങ്കാളിത്തമുള്ള സാധാരണ സുഹൃത്ത് ബന്ധമാണ് താൻ ആഗ്രഹിക്കുന്നതെന്നും കാൾസൺ വ്യക്തമാക്കി. ഇറാൻ യുദ്ധം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ആഴ്ചകളിൽ താൻ നിരന്തരമായി ട്രംപുമായി സംസാരിച്ചുവെന്ന് കാൾസൺ വെളിപ്പെടുത്തി. വാഷിംഗ്ടണിൽ വെച്ച് 3 തവണ നേരിട്ട് കണ്ട് ഇറാനിലെ ഭരണമാറ്റ ശ്രമങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് താൻ ട്രംപിനോട് ശക്തമായി വാദിച്ചിരുന്നു. ട്രംപിന് ചുറ്റുമുള്ള ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ജനറൽ ഡാൻ കെയ്ൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക സൈനിക ഉപദേശകരൊന്നും തന്നെ ഈ യുദ്ധത്തെ ഉറക്കെ പ്രോത്സാഹിപ്പിച്ചിരുന്നില്ലെന്നും ട്രംപ് പൂർണ്ണമായും ഇസ്രായേലിന്റെ വഴി പിന്തുടരുക മാത്രമാണ് ചെയ്തതെന്നും കാൾസൺ കുറ്റപ്പെടുത്തി. ഇറാനിലെ പരമാധികാരിയായ ആയത്തുള്ള ഖാംനെയെ വധിച്ചാൽ രാജ്യം തകർന്നടിയുമെന്ന ഇസ്രായേലിന്റെ തന്ത്രപരമായ കഥകളിൽ ട്രംപ് വീണുപോയതായി കാൾസൺ ചൂണ്ടിക്കാട്ടി. അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ ഇത് തെറ്റാണെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടും ട്രംപ് അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. കഴിഞ്ഞ 25-30 വർഷമായി നെതന്യാഹു അമേരിക്കയുടെ ഓരോ പ്രസിഡന്റ്മാർക്ക് മേലും ഈ യുദ്ധത്തിനായി കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നുണ്ടായിരുന്നുവെന്ന് കാൾസൺ ഓർമ്മിപ്പിച്ചു. ബിൽ ക്ലിന്റൺ മുതൽ ജോ ബൈഡൻ വരെയുള്ള പ്രമുഖ പ്രസിഡന്റുമാരെല്ലാം ഈ സമ്മർദ്ദത്തെ അതിജീവിച്ചപ്പോൾ ട്രംപ് മാത്രമാണ് ഇസ്രായേലിന് മുന്നിൽ പൂർണ്ണമായി കീഴടങ്ങിയത് എന്നത് ഒരു വസ്തുത മാത്രമാണെന്ന് അദ്ദേഹം തുറന്നടിച്ചു. ട്രംപിനെ ആരോ ഹിപ്നോട്ടൈസ് ചെയ്തതുപോലെയാണ് പെരുമാറിയതെന്നും വാക്കുകളുടെ ശക്തിയിൽ അദ്ദേഹം വീണുപോയെന്നും കാൾസൺ പരിഹസിച്ചു. കഴിഞ്ഞ 4 മാസത്തെ യുദ്ധം അമേരിക്കയെ ആഗോളതലത്തിൽ കൂടുതൽ ദുർബലമാക്കിയതായി കാൾസൺ വിലയിരുത്തുന്നു. യുദ്ധത്തിൽ പരാജയം നേരിട്ടതോടെ ട്രംപ് ഇപ്പോൾ കളം മാറ്റി ചവിട്ടിയിരിക്കുകയാണ്. 110 ദിവസങ്ങൾക്ക് മുൻപ് സ്വീകരിച്ച നിലപാടിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇപ്പോൾ അദ്ദേഹം സമാധാന കരാറുകളെ പിന്തുണയ്ക്കുന്നു. തന്റെ പരാജയങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നെതന്യാഹുവിന്റെ മേൽ കെട്ടിവെക്കാനാണ് ട്രംപ് ഇപ്പോൾ ശ്രമിക്കുന്നത്. നെതന്യാഹു ഒരു കുറ്റവാളിയാണെന്നും അദ്ദേഹത്തോട് തനിക്ക് യാതൊരു സഹതാപവുമില്ലെന്നും കാൾസൺ വ്യക്തമാക്കി. അമേരിക്കയിലും ഇസ്രായേലിലും നടക്കുന്ന കൂട്ടക്കൊലകൾക്കും വംശഹത്യകൾക്കും കാരണക്കാരായവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടുമെന്ന് കാൾസൺ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. നീതി എന്നത് പ്രകൃതിയുടെ യാഥാർത്ഥ്യമാണെന്നും ഈ ജന്മത്തിലോ അടുത്ത ജന്മത്തിലോ കുറ്റവാളികൾക്ക് ശിക്ഷ ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. US പ്രസിഡന്റ് ജോ ബൈഡൻ, ഡൊണാൾഡ് ട്രംപ് എന്നിവർക്ക് ശിക്ഷ ലഭിക്കുമോ എന്ന ചോദ്യത്തിന് അമേരിക്കയിലെ ഭരണാധികാരികൾക്ക് ഔദ്യോഗികമായി ഒരിക്കലും ഇവിടെ ശിക്ഷ ലഭിക്കാറില്ലെന്ന് അദ്ദേഹം മറുപടി നൽകി. അഫ്ഗാനിസ്ഥാൻ പിന്മാറ്റത്തെ ഉദാഹരിച്ചുകൊണ്ട് അദ്ദേഹം വ്യവസ്ഥിതിയുടെ തകർച്ചയെ വിമർശിച്ചു. US വൈസ് പ്രസിഡന്റ് JD വാൻസ് നിലവിലെ സമാധാന കരാറിനെ ന്യായീകരിച്ച് രംഗത്തെത്തിയതിനെ കാൾസൺ പിന്തുണച്ചു. യുദ്ധം കാരണം ശതകോടിക്കണക്കിന് ഡോളറും അമേരിക്കൻ സൈനികരുടെ ജീവനും നഷ്ടപ്പെട്ട സാഹചര്യത്തിൽ വാൻസിന് ഔദ്യോഗിക പദവിയിൽ ഇരുന്ന് ഇതെല്ലാം ലാഭകരമായിരുന്നു എന്ന് പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ ജോലിയുടെ ഭാഗമാണ്. വാൻസ് നല്ല മനുഷ്യനാണെന്നും വാൻസ് ആണ് പ്രസിഡന്റ് എങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു യുദ്ധത്തിന് അനുമതി നൽകില്ലായിരുന്നുവെന്നും കാൾസൺ കൂട്ടിച്ചേർത്തു. ഫെബ്രുവരി 27 ശേഷം താൻ ഡൊണാൾഡ് ട്രംപുമായി സംസാരിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ കാൾസൺ തനിക്ക് ട്രംപിനോട് യാതൊരു വിദ്വേഷമില്ലെന്നും എന്നാൽ അദ്ദേഹം വരുത്തിവെച്ച ഈ കടുത്ത ദുരന്തത്തിൽ തനിക്ക് വലിയ കഷ്ടം തോന്നുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അഭിമുഖം അവസാനിപ്പിക്കുന്നത്.